വീട്ടിൽ പൊട്ടിത്തെറിച്ച് ജിസയിൽ. കാരണം എന്താന്നോ, ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് ജിസയിലെ പെട്ടി ബാഗ് സാധനങ്ങൾ മേക്കപ്പ് എല്ലാം മാറി കെട്ടിയതേ വെച്ചോ എന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ ചുമ്മാ ഒന്നും പറഞ്ഞല്ല കേട്ടോ. ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അതായത് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 3 പേരുടെയിലാണല്ലോ ഇപ്പൊ നിലവിൽ ബാഡ്ജ് ഉള്ളത്. അവർക്ക് മാത്രമാണ് എല്ലാം അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഹൗസ് മേറ്റ്സിന് ഇത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ബിഗ് ബോസ് കൊടുത്തിരുന്നു. അതായത് ഒരു വാക്പോരാട്ടമാണ്. എന്തുകൊണ്ട് ഈ ബാഡ്ജ് അർഹിക്കുന്നു എന്ന് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. അപ്പൊ അതിനകത്ത് ആരുടെയാണ് പോയിന്റ്സ് വാലിഡ് എന്ന് മനസ്സിലാക്കി ഹൗസ് മേറ്റ്സ് തന്നെ ഡിസൈഡ് ചെയ്യുക ആർക്കാണ് ഇത് അർഹിക്കുന്നതെന്ന്. അങ്ങനെ ജിസയിൽ വേഴ്സസ് നെവിൻ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ നെവിന്റെ കാര്യം നമുക്കറിയാലോ. നെവിൻ ഭയങ്കരമായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളോട് ഭയങ്കര ഒബ്സഷൻ ഉള്ള ഒരാളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് എനിക്ക് പലപ്പോഴും നെവിൻ ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലെ ഡ്രസ്സ് ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മറ്റേ ഈ നാഗവല്ലി ആഭരണങ്ങൾ ഗംഗ കാണിക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരു മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗില്ലേ, ഒരു പ്രത്യേകതരം സൈക്കിക് വൈബ്രേഷൻ ഞാൻ ഗംഗയിൽ നിന്ന് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു വൈബ്രേഷൻ ആണ് സത്യം പറഞ്ഞാൽ നെവിൻ പലപ്പോഴും ഈ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും എന്റെ ഡ്രസ്സ് എനിക്ക് വേണം, എനിക്ക് ഈ ഡ്രസ്സ് പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും അതുപോലെ ബഹളം ആ വീട്ടിൽ വേറെ ആരും വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നെവിൻ അത്രയും ഒബ്സഷൻ ഉള്ളതുകൊണ്ട് തന്നെ നെവിൻ ഇത് ഭയങ്കരമായിട്ട് ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നെവിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു പോയിന്റ്സ് കൂടുതലുണ്ടായിരുന്നത്. ജിസൈലിന് കൊടുത്ത അത് 2.5 മിനിറ്റ് സംസാരിക്കാൻ സമയം ഉണ്ടായിരുന്നു. ആ 2.5 മിനിറ്റ് തികച്ച് സംസാരിക്കാൻ പോലും ജിസൈലിനെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ മലയാളത്തിന്റെ ലിമിറ്റേഷൻ ഓഫ് കോഴ്സ് അത് ഉണ്ടായിരിക്കും ജിസൈലിന്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു മലയാളം ബിഗ് ബോസ് ആണ്. അപ്പം ഇവിടെ വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. മലയാളം അറിയാത്ത പോലെ കളിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നെവിൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പോയിന്റ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നെവിന്റെ കയ്യിൽ. നെവിൻ പിന്നെ ആര്യന്റെ കയ്യിൽ നിന്ന് ഓൾറെഡി ബാഡ്ജ് തട്ടിയെടുത്തതിന്റെ കാര്യങ്ങളും അത്രയും വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് എടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാര് പാർഷ്വാലിറ്റി ഒന്നും കാണിച്ചതല്ല. അവര് നെവിനായിരുന്നു നല്ല പോലെ പെർഫോം ചെയ്തത്. അതുകൊണ്ട് നെവിനെയാണ് വിന്നർ ആക്കിയത്. അപ്പോ ജിസൈന്റെ സാധനങ്ങളെല്ലാം 72 മണിക്കൂറത്തേന് കുറച്ച് സമയത്തേന് ഈ നെവിന് എടുക്കാം. നെവിന് സ്വന്തം സാധനങ്ങൾ എടുക്കാം. ജിസൈലിന് സാധനങ്ങൾ വെക്കേണ്ടി വരും. ജിസൈൽ എന്ത് വന്നാൽ സമ്മതിക്കുകയോ ഒരു രക്ഷയില്ല. എല്ലാവരും കൂടെ എന്നെ എന്താ പറയാ, എല്ലാവർക്കും എന്നോട് അസൂയയാണ്. ഞാൻ ഒരുങ്ങി നടക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അസൂയയാണ്. എനിക്ക് മലയാളം അറിയില്ല, അതെല്ലാവരും മുതലെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അവിടെ. അപ്പൊ മലയാളം അറിയാത്തൊന്നും ഒരു പ്രശ്നമല്ലെന്നും ഇത് മലയാളം ബിഗ് ബോസ് ആണെന്നും അവിടെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ കുശുമ്പിന്റെ കാര്യം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അതിപ്പോ ജിസൈലിനോടല്ല, കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒരുങ്ങി നിൽക്കുമ്പോ ആർക്കാണെങ്കിലും അയാളോട് ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് തോന്നുന്നല്ല. അത് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കണം.